നമസ്കാരം. ചെറിയമണ്ടം ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നോൺ കൺവെൻഷണൽ മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളാർ പവർ ഉപയോഗിച്ചിട്ട്, സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെ വൈദ്യുതി നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. വാട്ട് ഈസ് വിൻഡ് പവർ ജനറേഷൻ? വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിൻഡ് പവർ ജനറേഷൻ എന്ന് വിളിക്കും. വിൻഡ് എന്ന് വെച്ചാൽ കാറ്റിന് വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ എനർജിയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡ് മില്ലാണ്. വിൻഡ് മില്ല് എന്ന് വെച്ചാൽ അതിന് ലീവ്സ് ഉണ്ടാവും, ഒരു ഫാനിൻ്റെ അറേഞ്ച്മെൻറ്റ്. ആ ലീവ്സ് അടങ്ങിയിട്ടുള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ വിൻഡ് ടർബൈൻ എന്ന് പറയും. അപ്പോൾ ഈ വിൻഡ് ടർബൈനിലാണ് ഈ ലീവ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ വിൻഡ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ വിൻഡ് ടർബൈനാണ്. ഈ വിൻഡ് ടർബൈന് ഒരു ജനറേറ്ററിൻ്റെ റോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വിൻഡ് ടർബൈൻ കറങ്ങുന്ന സമയത്ത് ജനറേറ്ററിൻ്റെ റോട്ടർ കറങ്ങും, അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി നമ്മൾ ഈ വിൻഡ് മില്ല് ഒരു വാട്ടർ പമ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിൻഡ് മില്ലിനെ ഉപയോഗിക്കാം. ജനറേറ്റർ ആയിട്ടാണ് കപ്പിൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരു വാട്ടർ പമ്പുമായിട്ട് ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് വിൻഡ് പവർ പ്ലാന്റ്. ആദ്യമായിട്ട് അതിൽ വിൻഡ് ടർബൈൻ ഉണ്ട്. വിൻഡ് ടർബൈനാണ് വിൻഡ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത് അതിൽ ഗിയർ സിസ്റ്റം ഉണ്ട്. ഈ ഗിയർ സിസ്റ്റം ഈ വിൻഡ് ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഈ വിൻഡ് ടർബൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ റൊട്ടേഷനെ ഈ ഗിയർ സിസ്റ്റം സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു മിനിറ്റിൽ ഒരു 10-15 ഒക്കെ റൊട്ടേഷൻ ആയിരിക്കും വിൻഡ് ടർബൈനിൽ ഉണ്ടാവുക. RPM 15 ഒക്കെ ആയിരിക്കും. അതിനെ 1500 RPM ഒക്കെ ആയിട്ട് ജനറേറ്ററിൻ്റെ റേറ്റഡ് RPM അടുത്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഗിയർ സിസ്റ്റമായിട്ട് ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ജനറേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മെക്കാനിക്കൽ എനർജിയെ റൊട്ടേഷണൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി അതിലുള്ള ഒരു കമ്പോണൻ്റാണ് കൺട്രോളർ. ഈ കൺട്രോളർ യൂസ് ചെയ്യുന്നത് വിച്ച് സെൻസ് ദി വിൻഡ് ഡയറക്ഷൻ, വിൻഡ് സ്പീഡ്, ജനറേറ്റർ ഔട്ട്പുട്ട് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഇനീഷ്യേറ്റ്സ് അപ്രോപ്രിയേറ്റ് കൺട്രോൾ സിഗ്നൽ ടു ടേക്ക് കൺട്രോൾ ആക്ഷൻ. ഇത് വിൻഡിൻ്റെ ഡയറക്ഷന് സെൻസ് ചെയ്യും. ഇനി വിൻഡിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിൻഡ് ടർബൈനെ ഇത് അതിൻ്റെ ഡയറക്ഷൻ മാറാൻ വേണ്ടി സഹായിക്കും. അതുപോലെ വിൻഡിൻ്റെ സ്പീഡ്, ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോളറാണ്. ഇനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഇലക്ട്രിക് ഔട്ട്പുട്ട് നമ്മൾ പവർ ഗ്രിഡിലേക്ക് കൊടുക്കും. ഇതാണ് ഒരു വിൻഡ് പവർ പ്ലാന്റിൻ്റെ സിമ്പിളായിട്ടുള്ള സ്കീമാറ്റിക് ഡയഗ്രാം. There are two types of wind turbines. One horizontal axis wind turbine HAWT, രണ്ട് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ VAWT. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ എന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വിൻഡ് ടർബൈൻ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ. മേജറായിട്ട് യൂസ് ചെയ്യുന്ന വിൻഡ് ടർബൈൻസ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈനാണ്. ദിസ് ടൈപ്പ് ഓഫ് വിൻഡ് ടർബൈനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ റോട്ടോർ ഷാഫ്റ്റും ഇലക്ട്രിക്കൽ ജനറേറ്ററൊക്കെ ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് മസ്റ്റ് ബി പോയിൻറ്റഡ് ഇൻ ടു ദി വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഈ വിൻഡ് ടർബൈൻ്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. സ്മോൾ ടർബൈൻസ് ആർ പോയിൻറ്റഡ് ബൈ സിമ്പിൾ വിൻഡ് വെയിൻ. ചെറിയ ടർബൈനുകൾ ഈ സിമ്പിൾ വിൻഡ് വെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പോയിൻ്റ് ചെയ്യാം.
While large turbine generally use a wind sensor coupled with a yaw system. ഈ വലിയ ടർബൈൻസിൽ വിൻഡ് സെൻസർ ഉണ്ടാവും. അവ യോ സിസ്റ്റമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. യോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ സെൻസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അതിൽ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻസിൽ ഗിയർ ബോക്സ് ഉണ്ടാവും. അവ ഈ സ്ലോ റൊട്ടേഷനെ ക്വിക്ക് റൊട്ടേഷനായിട്ട് മാറ്റും. അതിൻ്റെ റൊട്ടേഷൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നോക്കി അവ ഈ ഗിയർ ബോക്സ് നിന്നാണ് ഉള്ള ഔട്ട്പുട്ടാണ് ഇലക്ട്രിക്കൽ ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്തിട്ടുണ്ടാവുക. ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ലീഫാണ് കാണുന്നത്. അപ്പോൾ അത് എത്രത്തോളം വലിപ്പം ഉണ്ടാവുമെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം. ടൺ കണക്കിന് ഭാരം ഉണ്ടാവും ഓരോ ലീഫും. മെഗാവാട്ട്സ് കണക്കിന് വൈദ്യുതിയാണ് ഓരോ വിൻഡ് ടർബൈനും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രണ്ടാമത്തെ ടൈപ്പാണ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ. ഈ റോട്ടോർ ഷാഫ്റ്റ് വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ കമ്പോണൻസൊക്കെ താഴെയാണ് ഉണ്ടാവുക. ഈ ഗിയർ ബോക്സ്, ജനറേറ്റർ മുതലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ താഴെ ആണ് ഉണ്ടാവുക. അപ്പം അത് സർവീസിനും റിപ്പയറിങ്ങിനൊക്കെ സുഖമാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ വിൻഡ് സെൻസറിൻ്റെ ആവശ്യമില്ല. കാരണം വിൻഡ് ഏത് ഡയറക്ഷനിലാണെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു ആനിമേഷനാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈനിൽ ഔട്ട്പുട്ട് എഫിഷ്യൻസി കുറവായതുകൊണ്ട് ഇത് നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നില്ല. വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈനാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വിൻഡ് പവർ പ്ലാന്റ്? വിൻഡ് എനർജി ഫ്രീ ആണ്, നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നില്ല. ഇൻഎക്സോസിബിളാണ്, തീർന്നു പോകുന്ന ഒന്നല്ല. ആൻഡ് ഡസ് നോട്ട് നീഡ് ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തത് നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു വിൻഡ് മില്ല് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. ഈ സംഭവങ്ങളൊക്കെ അസംബിൾ ചെയ്താൽ മതി. അതിൻ്റെ ടവർ, ലീഫ്, ഗിയർ ബോക്സ്, ജനറേറ്റർ എന്നീ സംഭവങ്ങളൊക്കെ അസംബിൾ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിസൈറബിൾ ആണ് ആൻഡ് എക്കണോമിക്കലാണ്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന റൂറൽ ഏരിയാസൊക്കെ ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വിൻഡ് മിൽസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സോളാർ പവറും നമുക്ക് ഈ റൂറൽ ഏരിയാസിനെ ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ ഈ മൺസൂൺ സമയത്ത് മഴ പെയ്യുന്ന സമയങ്ങളിൽ കുറച്ച് വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വിൻഡ് മില്ലും ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് മൺസൂൺ പീരീഡിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് വേനൽക്കാലങ്ങളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ മൺസൂൺ പീരീഡിലാണ് വിൻഡ് എനർജി കൂടുതലായിട്ടുണ്ടാവുക. നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വേനൽക്കാലങ്ങളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് നോൺ പൊല്യൂട്ടിങ്. ഈ വിൻഡ് പവർ പ്ലാന്റ് കൊണ്ട് പൊല്യൂഷനൊന്നും ഉണ്ടാവുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഹൈ ടെക്നോളജി. ഒരുപാട് ടെക്നോളജികളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. അതിൽ ട്രെയിൻഡ് പേഴ്സൺസിനൊന്നും നമുക്കിതിൻ്റെ റണ്ണിങ്ങിന് വേണ്ടി ആവശ്യം വരുന്നില്ല. ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ലോവർ കോസ്റ്റ് ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ. ഈ ഇൻസ്റ്റലേഷന് മാത്രമാണ് കോസ്റ്റ് ആവശ്യം വരുന്നത്. റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ് വിൻഡ് പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിൻഡ് പവർ പ്ലാന്റ്? ഒന്ന്, ഈ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. ഓരോ മിനിറ്റ് വെച്ചിട്ട് ഈ വിൻഡ് എനർജി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു വിൻഡ് പവർ പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തത്, ഈ വലിയ പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിൻഡ് ടർബൈനെ സംബന്ധിച്ച് അതിൻ്റെ റോട്ടോർ ബ്ലേഡ് ഒരുപാട് വലിപ്പമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു വിൻഡ് മില്ല് ഒരുപാട് ഏരിയ യൂസ് ചെയ്യും. ഇനി
വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അത്രയും വലിയ പവർ ആ ഈ ലീഫിൽ വരുമ്പോൾ അത് ആ മൊത്തം സിസ്റ്റത്തിനെ തന്നെ സ്പോയിൽ ചെയ്യാൻ കാരണമാവും. അപ്പോൾ ടു അവോയ്ഡ് ദിസ് സ്പെഷ്യൽ ആൻഡ് കോസ്റ്റ്ലി ഡിസൈൻ ആൻഡ് കൺട്രോൾസ് ആർ ഓൾവേസ് റിക്വയർഡ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ഡിസൈനും കൺട്രോൾസൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇത് ഈ ടർബൈൻ്റെയും ഈ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതർ ആപ്ലിക്കേഷൻ ഓഫ് വിൻഡ് മിൽസ്, ഒന്ന് ലിഫ്റ്റിംഗ് വാട്ടർ ഫ്രം ദി വെൽ, ഒരു കിണറിൽ നിന്ന് വെള്ളം ഉയർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. രണ്ട് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി ചെറിയ വിൻഡ് മില്ലുകൾ നമുക്ക് ഉപയോഗിക്കാം. വാട്ടർ പമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. നമുക്കറിയാം ഈ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ജനറേറ്ററിന് പകരം നമ്മളൊരു പമ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് വാട്ടർ പമ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ടർബൈന്, ഈ വിൻഡ് മില്ല് ഒരു വാട്ടർ പമ്പുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിമ്പിൾ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആൻഡ് വിൻഡ് എനർജി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ആപ്ലിക്കേഷൻ സച്ച് ആസ് ഗ്രൈൻഡിങ് ഫ്ലോർ മില്ലുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലോർ മില്ലുകളിൽ നമുക്ക് വിൻഡ് ടർബൈൻസ് യൂസ് ചെയ്യാം. വുഡ് കട്ടിംഗ് മരം മുറിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്റ്റോൺ ക്രഷേഴ്സ്, മിക്സേഴ്സ്, വാട്ടർ പമ്പ്സ് ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസിലൊക്കെ നമുക്ക് വിൻഡ് മില്ലുകൾ യൂസ് ചെയ്യാം. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറിൽ അതിന് പവർ കൊടുക്കാൻ വേണ്ടി വിൻഡ് മില്ലുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സ്ട്രീറ്റ് ലൈറ്റിന് പവർ കൊടുക്കാൻ വേണ്ടി വിൻഡ് മില്ല് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് വിൻഡ് മില്ലുകൾ യൂസ് ചെയ്യാം. ഒരുപാട് വിൻഡ് മില്ല് 10 അധികമോ വിൻഡ് മില്ല് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വിൻഡ് ഫാം എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് വിൻഡ് മില്ലിനെ കുറിച്ച് പറയാനുള്ളത്.